ഈ ഹജ്ജിന്റെ ഫർദുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഇഹ്റാം. ഇഹ്റാമിനെ കുറിച്ച് ഉസ്താദ് മുമ്പ് സംസാരിച്ചല്ലോ. എന്നാൽ ഇതുപോലെ മുഖ്യമായ ഒന്നാണല്ലോ തവാഫ്. തവാഫിനെ കുറിച്ച്, അതിന്റെ നിബന്ധനകളെ കുറിച്ച് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ. ഹജ്ജിന്റെ ഫർളുകൾ 6 അതിലൊന്നാണ് ഇഹ്റാം ചെയ്യുക, 2 അറഫയിൽ നിൽക്കുക, 3 തവാഫ് അഥവാ ഇഫാദത്തിൻ്റെ തവാഫ്, 4 സഈ, 5 മുടി നീക്കം ചെയ്യുക, 6 ഇവകൾ തർത്തീബായി ചെയ്യുക. ഇതിൽ ഇഹ്റാമിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചതാണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് തവാഫിനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട, വളരെ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു ഫർളാണ് തവാഫ്. തവാഫ് യഥാർത്ഥത്തിൽ 4 ഇനം തവാഫുകളുണ്ട്. ഇഫാദത്തിൻ്റെ തവാഫ്, ഖുദൂമിൻ്റെ തവാഫ്, സുന്നത്താക്കപ്പെട്ട തവാഫ്, വിദാഇൻ്റെ തവാഫ്. എല്ലാ തവാഫുകൾക്കും നിബന്ധനകൾ ഒന്ന് തന്നെയാണ്. ഏത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഫർളുകൾ, അതുപോലെ അതിൻ്റെ ഷർത്തുകൾ, അതിൻ്റെ സുന്നത്തുകൾ, ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. തവാഫിൽ 8 കാര്യം നിർബന്ധമായ കാര്യങ്ങളാണ്. 1 ശുദ്ധി ഉണ്ടായിരിക്കണം, 2 ഔറത്ത് മറച്ചിരിക്കണം, പുരുഷന്മാർ മുട്ടുപൊക്കളിൻ്റെ ഇടയിലും സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള മറ്റെല്ലാ സ്ഥലങ്ങളും മറക്കണം. 3-മത്തത് നിയ്യത്തുണ്ടാകണം. 4-മത്തത് ഹജറുൽ അസ്വദ് കൊണ്ടാണ് അവന്റെ തവാഫ് തുടങ്ങേണ്ടത്. 5-മത്തത് കഅബ പൂർണ്ണമായി ഇടത്തെ ഭാഗത്തായിരിക്കണം. 6-മത്തത് 7 ചുറ്റ് ഉറപ്പായും ചുറ്റിയിരിക്കണം. 7-മത്തത് തർത്തീബ്. 8 തവാഫ് ചെയ്യുമ്പോൾ തവാഫിൽ നിന്ന് മാറുന്ന മറ്റ് ലക്ഷ്യങ്ങളില്ലാതിരിക്കുക. ഈ 8 നിബന്ധനകളാണ് വളരെ അത്യാവശ്യമായി തവാഫിൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് തവാഫ് ചെയ്യുന്ന രൂപത്തിലേക്ക് കടക്കാം. സാധാരണഗതിയിൽ ഇഹ്റാം ചെയ്ത് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ പോകുമ്പോൾ നേരെ റൂമിലേക്ക് പോയി വിശ്രമം കഴിഞ്ഞ് വിശുദ്ധ കഅബാലയം ലക്ഷ്യം വെച്ചുകൊണ്ട് മസ്ജിദുൽ ഹറമിലേക്ക് പോവുകയാണ്. മസ്ജിദുൽ ഹറമിന്റെ ഗേറ്റുകളിലൂടെ മത്താഫിലേക്ക് ഇറങ്ങുന്നു. കഅബ കാണുന്ന ആ ഒരു നിമിഷമുണ്ട്, അത് വല്ലാത്തൊരു നിമിഷമാണ്. ആ സമയത്ത് കഅബയെ നോക്കി അവൻ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്നത് തീർച്ചയാണ്. ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുമുണ്ട്. ഇരിക്കട്ടെ, അവൻ നേരെ ഹജറുൽ അസ്വദിന്റെ മൂല, തെക്ക് കിഴക്ക് മൂലയിലാണ് ഹജറുൽ അസ്വദ് നിലകൊള്ളുന്നത്. ആ മൂലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ പോവുകയും ഹജറുൽ അസ്വദിന്റെ മൂല റുക്കുനുൽ അസ്വദ് എന്നാണ് ഇതിൽ പറയുന്നത്. ആ മൂലയിലെ തൊട്ട് പിറകിൽ റുക്കുനുൽ യമാനിയിന്റെ ഭാഗത്തേക്കായി അല്പം മാറി കഅബയിലേക്ക് അല്ലെങ്കിൽ ഹജറുൽ അസ്വദിലേക്ക് തിരിഞ്ഞു നിന്ന് നിയ്യത്ത് വെക്കേണ്ടതാണ്. എന്നാൽ അത് ഇഫാദത്തിന്റെ തവാഫാണെങ്കിൽ അഥവാ ഉംറയുടെയോ ഹജ്ജിന്റെയോ ഭാഗമായുള്ള തവാഫാണെങ്കിൽ നിയ്യത്ത് നിർബന്ധമില്ല. ഖുദൂമിന്റെ തവാഫോ സുന്നത്താക്കപ്പെട്ട തവാഫോ വിദാഇന്റെ തവാഫോ ആണെങ്കിൽ അതിന്റെ നിയ്യത്ത് കരുതേണ്ടതുമാണ്. ഖുദൂമിന്റെ തവാഫ് 7 ചുറ്റ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെക്കുക. വിദാഇന്റെ തവാഫാവണമെങ്കിൽ വിദാഇന്റെ തവാഫ് 7 ചുറ്റ് ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതുക. നിയ്യത്ത് വെച്ചതിന്റെ ശേഷം ഹജറുൽ അസ്വദിന്റെ മൂലയിൽ അവൻ നേരെ തിരിയുകയാണ്. ഏത് രൂപത്തിൽ? കഅബ ഇടത്തെ ഭാഗത്താകുന്ന രൂപത്തിൽ തിരിയുക. എന്നിട്ട് മുന്നോട്ട് നടക്കുക. പൂർണ്ണമായി ഒരു റൗണ്ട് അടിച്ച് അതേ മൂലയിലെത്തുമ്പോൾ ഒരു ചുറ്റ് പൂർത്തിയാവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, കഅബ പൂർണ്ണമായും അവന്റെ ഇടത്തെ ഭാഗത്തായിരിക്കണം. ഒരു കാരണവശാലും അതിൽ നിന്ന് മാറാൻ പാടില്ല. കഅബ അവന്റെ പിന്നിലാവുകയോ വലത്തെ ഭാഗത്താവുകയോ ചെയ്യുന്ന ഘട്ടമുണ്ടായാൽ ആ സ്ഥലത്ത് അവന്റെ തവാഫ് സ്വഹിയാവുകയില്ല. തിരക്കിലോ മറ്റോ പെട്ട് അവൻ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് തിരിഞ്ഞു പോയാൽ അല്പം ബേക്കോട്ട് തന്നെ വന്ന് ആ സ്ഥലത്ത് നിന്ന് വീണ്ടും തവാഫ് തുടരേണ്ടതാണ്. എവിടെ വെച്ചാണോ അവൻ ഭാഗം മാറുന്നത് എങ്കിൽ അവിടം മുതൽ പിന്നെ ചുറ്റു പൂർത്തീകരിക്കണം. എന്നാൽ ഹജ്ജ് പോലത്തെ വേളകളിലൊക്കെ അസാധ്യമായ തിരക്കുകൾ അനുഭവപ്പെടുമ്പോൾ അവന് ബേക്കോട്ട് വരാൻ കഴിയില്ല. അത്തരം ഘട്ടങ്ങളിൽ അവൻ മുന്നോട്ട് തന്നെ പോയി ആ ഒരു ചുറ്റിനെ അവൻ അസാധുവാക്കി വേറെ ഒരു ചുറ്റും അവൻ ചുറ്റേണ്ടതാണ്. അങ്ങനെ കഅബ ഇടത്തെ ഭാഗത്താണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പൂർണ്ണമായും ഒരു ചുറ്റവൻ ചുറ്റണം. അപ്പോൾ ഒന്നായി. ഇതുപോലെ 7 ചുറ്റുകൾ പൂർത്തിയാക്കുമ്പോഴാണ് ഒരു തവാഫാവുന്നത്. അവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, അവൻ പൂർണ്ണമായും കഅബയിൽ നിന്ന് പുറത്താകണം. എന്ന് പറഞ്ഞാൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ കഅബ തൊടാനോ കഅബ തൊട്ടുകൊണ്ടോ അല്ലെങ്കിൽ കഅബയുടെ ചെറിയ ഷാദർവാൻ എന്ന് പറയും, ചെറിയൊരു തിണ്ണുണ്ട്, ആ തിണ്ട് തൊട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഹിജ്ർ ഇസ്മായിലിന്റെ ഒരു വലിയ കെട്ട് കാണാം, ആ കെട്ട് തൊട്ടുകൊണ്ടോ ഒന്നും തവാഫ് ചെയ്യാൻ പാടില്ല. തവാഫ് ചെയ്യുമ്പോൾ
തൊടാതെ പൂർണ്ണമായും കഅബയുടെ പുറത്തായിക്കൊണ്ട് ഇടത്തെ ഭാഗം കഅബയായി എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് തവാഫ് ചെയ്യേണ്ടതാണ്. അങ്ങനെ തവാഫ് 7 ചുറ്റുകൾ പൂർത്തീകരിക്കുമ്പോഴാണ് അവൻ്റെ തവാഫ് പൂർത്തിയാവുന്നത്. ഇത് എല്ലാ തവാഫും ഇങ്ങനെ തന്നെയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റ് ഷർത്തുകൾ ഞാൻ പറഞ്ഞു. അവൻ ചെറിയ അശുദ്ധിയെ തൊട്ടും വലിയ അശുദ്ധിയെ തൊട്ടും ശുദ്ധി ഉണ്ടാവണം. നിസ്കാരത്തിനെ പോലെ തന്നെ വുളു ഉണ്ടാവൽ നിർബന്ധമാണ്. വുളു ഒരു കാരണവശാലും മുറിയാൻ പാടില്ല. എന്നാൽ മത്താഫിൽ ഇന്നൊക്കെ ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നു പോകുന്നതായതുകൊണ്ട് ഷാഫി മദ്ഹബ് അനുസരിച്ച് അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ അവരുടെ വുളു മുറിയുന്നതാണ്. എന്നാൽ എന്തു ചെയ്യും? സന്നിദ്ധഘട്ടത്തിൽ ചില ആളുകളൊക്കെ മദ്ഹബ് മാറാമെന്ന് പറയാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഷാഫി മദ്ഹബിൽ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ ഒരു ഖൗലുണ്ട്. നാം മനഃപൂർവ്വമായി അങ്ങോട്ട് തൊട്ടാലേ വുളു മുറിയുകയുള്ളൂ, ഇങ്ങോട്ട് വന്ന് തൊട്ടാൽ വുളു മുറിയുകയില്ല. അങ്ങനെ വരുമ്പോൾ നാം അങ്ങോട്ട് തൊടരുത്. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ തീരെ അശ്രദ്ധമായി നടന്ന് തവാഫ് ചെയ്യരുത്. തവാഫ് ചെയ്യുമ്പോൾ മുന്നിൽ വല്ല സ്ത്രീകളും പെടുന്നുണ്ടോ, ഷോക്സ് ധരിക്കാത്തവരാകുമ്പോൾ കാലിന് ചവിട്ടുമോ, അവരെ തൊട്ടുപോകുമോ എന്നത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് തൊടാത്ത വിധം തവാഫ് പൂർത്തീകരിക്കണം. ഇങ്ങോട്ട് വന്ന് തൊട്ടാൽ വുളു മുറിയുകയില്ല എന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ ഖൗല്, ആ ഖൗലെടുത്തുകൊണ്ട് നമുക്ക് അമൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വുളു മുറിയുകയില്ല. ഇനി തവാഫിന് ഇടയിൽ അവന് മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെയോ അവൻ അങ്ങോട്ട് തൊട്ടിട്ടോ വുളു മുറിഞ്ഞാലോ അവൻ്റെ തവാഫ് അവിടെ വെച്ച് മുറിയും. അപ്പം അവൻ വേഗം തന്നെ പുറത്തു പോയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഹറമിൻ്റെ ഉള്ളിലൊക്കെ വുളു എടുക്കാൻ ധാരാളം സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വുളു എടുത്ത് ആ ചുറ്റ് എവിടെ വെച്ചാണോ മുറിഞ്ഞതെങ്കിൽ അവിടെ മുതൽ അവൻ ബാക്കി പൂർത്തീകരിക്കേണ്ടതാണ്. തല മുതൽ തന്നെ 1 മുതൽ ചെയ്യേണ്ടതില്ല. ബാക്കി എത്രയാണോ അത് പൂർത്തീകരിച്ചാൽ മതിയാവും. ഈ വിധത്തിൽ തവാഫ് പൂർണ്ണമായി ചെയ്യലാണ് തവാഫ് എന്ന് പറയുന്നത്. തവാഫിന് ധാരാളം സുന്നത്തുകളെല്ലാം ഉണ്ട്. ഇഹ്റാം ചെയ്തുകൊണ്ടുള്ള തവാഫാകുമ്പോൾ അതിൽ ഇൽത്തിബാഹ് ധരിക്കൽ സുന്നത്താണ്. അഥവാ പുരുഷന്മാർ അവരുടെ തട്ടം വലത്തെ ചുമലിൻ്റെ അടിയിലൂടെ എടുത്ത് 2 തല ഇടത്തെ ചുമലിൻ്റെ മുകളിലേക്ക് ഇടുന്ന രൂപത്തിൽ അവരുടെ തട്ടം ധരിക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ശേഷം സഈഉള്ളതാണെങ്കിൽ ആദ്യത്തെ 3 എണ്ണത്തിൽ റംല് നടത്തം സുന്നത്താണ്. അതൊന്നും ഇന്ന് അവിടെ സാധിക്കുകയില്ല. തിരക്കില്ലാത്ത ഘട്ടത്തിലൊക്കെ ആകുമ്പോൾ ഒരു ഉളരി നടന്നുകൊണ്ട് ഒരല്പം ഇങ്ങനെ കാലിൻ്റെ അടികൾ ഓരോന്ന് ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് അവൻ പെട്ടെന്ന് പോയി അങ്ങനെ തവാഫ് ചെയ്യൽ സുന്നത്തുണ്ട്. ആ സുന്നത്തൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ തിരക്കിൽ നടന്നു കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും പരമാവധി അതിൻ്റെ നിർബന്ധങ്ങൾ വിടാത്ത വിധം അവർ തവാഫ് ചെയ്യുക. അതിൻ്റെ ഇടയിലുള്ള ദിക്റുകൾ ചൊല്ലുക എന്നത് നിർബന്ധമൊന്നുമില്ല. അത് അറിയുന്ന ദിക്റുകൾ ചൊല്ലിയാൽ മതിയാകും. പ്രധാനമായും റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന ദിക്ർ വർദ്ധിപ്പിക്കാം. വേറെ ഓരോ സ്ഥലത്ത് ചെല്ലേണ്ട ദിക്റുകളുണ്ട്. മുൽത്തസമിൽ എത്തുമ്പോൾ, വാതിലിൻ്റെ അവിടെ എത്തുമ്പോൾ, സ്വർണ്ണപ്പാത്തിയുടെ നേരെ എത്തുമ്പോൾ ചെല്ലേണ്ട ദിക്റുകളൊക്കെ ഹദീസുകളിൽ വന്നത് മനാസിക്കുകളും മറ്റുമൊക്കെ നോക്കി അത് ചൊല്ലുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് ചൊല്ലൽ കാരണം അവൻ്റെ വുളു മുറിയാനോ മറ്റോ പാടില്ല. അത് വളരെ ശ്രദ്ധാപൂർവം തന്നെ എല്ലാവരും തവാഫ് ചെയ്യണം. അല്ലാത്ത പക്ഷം തവാഫ് ബാത്തിലായാൽ അവരുടെ ഹജ്ജ് ബാത്തിലാകും, അവർ മുടക്കുന്നതൊക്കെ നഷ്ടത്തിലാകും. അല്ലാഹു തആല നല്ല രൂപത്തിൽ തവാഫ് ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ.